മാം ബിസി ആണോ? അല്ല മോളെ, എന്ത് വെച്ചി? എന്തായിരുന്നു? ഏത് പേപ്പറാ? ഇപ്പൊ കഴിഞ്ഞ IITS പേപ്പറില് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത് ആനുവൽ കിംഗത്തിലെ ക്വസ്റ്റ്യൻ ആണല്ലോ. എന്ത് പറ്റില്ല കൺഫ്യൂഷൻ ആവാനായിട്ട്? ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് വിച്ച് വൺ ഇസ് നോട്ട് എൻ എക്സാമ്പിൾ ഫോർ എ ട്രൂ ഫിഷ്. അല്ലെ, അപ്പൊ ഏതാണ് ട്രൂ ഫിഷ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്തൊക്കെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഡോഗ് ഫിഷ്. മോള് പറയൂ, ഡോഗ് ഫിഷ് ഏതിലാ വരുന്നത്? ഏത് ഫിഷ് ഗ്രൂപ്പിലാ വരുന്നത്? കാർട്ടിലേജിനസ് ഫിഷ്. അപ്പൊ അതെന്തായാലും ട്രൂ ഫിഷിന് എക്സാമ്പിൾ അല്ലേ. രണ്ടാമത്തത് കാറ്റ് ഫിഷ് ആണ്. അല്ലെ, കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് ബോണി ഫിഷിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതും എന്താണ്? ട്രൂ ഫിഷ് ആണ്. മൂന്നാമത്തെ ഓപ്ഷൻ ഏതാണ്? ഫ്ലൈയിങ് ഫിഷ്, എക്സോസീറ്റസ്. അല്ലെ, എക്സോസീറ്റസ് എന്ന് പറയുന്നത് ഏതാണ്? ഒരു ട്രൂ ഫിഷിന് എക്സാമ്പിൾ ആണ്. പിന്നെ പറയുന്നത് സിൽവർ ഫിഷ്. സിൽവർ ഫിഷ് ആണ് ആൻസർ ആയി വരും. എന്തുകൊണ്ടാ? സിൽവർ ഫിഷ് എന്ന് പറയുന്ന ഏതിന് എക്സാമ്പിൾ ആണ്? ക്ലാസ് ഇൻസെക്ടേഡ് എക്സാമ്പിൾ. നമ്മൾ ലെപ്പിസ്മ, ഞാൻ പറയാറുണ്ട് ക്ലാസ്സിൽ, നിങ്ങൾ ബുക്ക് കുറെ കാലം തുറക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ ഓടിപ്പോവും. അല്ലെ, ഈ വാലക്കുള്ള ഒരു ചെറിയ പ്രാണി, ആ പ്രാണിയാണ് ഏതാണ്? സിൽവർ ഫിഷ്. അപ്പൊ സിൽവർ ഫിഷ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ശരി.